എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറുപയർ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പിൽ 2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പയർ വറുക്കുന്നോ പൊടിക്കുന്നോ ഒന്നുമില്ല. പയർ ഇതുപോലെ തന്നെ കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ അരപ്പ് ചേർക്കുക ചെയ്യുന്നത്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, എരിക്ക് ആവശ്യമായിട്ട് പച്ചമുളക് എണ്ണം കൂട്ടുക ചെയ്യാം. ചെറിയൊരു കഷ്ണം സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സവാള ആയാലും മതി. ഈ ഒരു കഷ്ണം സവാള ഞാൻ വെച്ചിരിക്കുന്നത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. ഇതെല്ലാം കൂടെ ഇട്ട് തേങ്ങ വളരെ ഫൈനായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് വെള്ളം ചേർത്ത് വളരെ നേർത്ത് അരച്ചെടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിൽ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് കുഴച്ച് എടുത്ത് കടുകും വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കറി ശരിയായിട്ട് വരും. ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ വേണം. ഇനി നമുക്കിത് പാചകം ചെയ്യാം. നന്നായിട്ട് കഴുകി പയർ ഒരു കുക്കറിലിട്ട് വേവിക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഏകദേശം ഒരു 3 വിസിൽ, എന്ന് വെച്ചാൽ പയർ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കണം. വെള്ളം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അതിനകത്ത് വെള്ളം ചേർക്കുക ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്കിത് വേവിക്കാം. പയർ വേവുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ അരച്ചെടുക്കണം. വളരെ ഫൈനായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത്രയും നേർത്ത് അരച്ചാൽ മാത്രമേ പയർ കറിയുടെ കൂടെ അത് ചേർന്ന് ഒരു നല്ലൊരു കൺസിസ്റ്റൻസി വരുള്ളൂ. ഇതാണ് അതിൻ്റെ പരുവം. അടുത്തതായി നമുക്ക് കടുക് വറുക്കാം. ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഏത് എണ്ണയായാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ആയിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇടണം. കുറച്ച് കടുക്, അതിനൊരു ഞാനിങ്ങനെ എടുക്കാറുള്ളത് ഒരു 1/4 ടീസ്പൂൺ മതിയാവും. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടണം. കൊച്ചുള്ളി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള ആയാലും മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും ചുമന്ന മുളക് കീറിയിടണം. 1-2 എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഏകദേശം ഒരു കടുക് വറുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പയർ വെന്ത് കാണും. കുക്കർ തുറന്നിട്ട് നോക്കാം. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ആ കടുക് വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് വെച്ചിട്ടുണ്ട്. പയർ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തവി വെച്ച് പയർ ഉടച്ചെടുക്കുക. ഒരുവിധം ഉടച്ചതിന് ശേഷം നമുക്ക് അരച്ച തേങ്ങ ചേർക്കാം. നമ്മൾ പൊടിക്കാത്തത് കൊണ്ട് ഈ സമയത്ത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങ അരച്ചത് ഇനിയിപ്പോൾ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കണം, കാരണം വെള്ളം നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വറ്റി വരണം. അപ്പോൾ ഇതിപ്പോൾ തേങ്ങയൊക്കെ അരച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. പയർ നന്നായിട്ട് ഉടച്ച് ആ തേങ്ങ അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക.
ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ മറക്കരുത് ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിം ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് ഇളക്കാതെ ഇരിക്കാം. മീഡിയം ഫ്ലെയിം ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് വറ്റി വരുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ് ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഒരു കുറച്ചും കൂടെ നേരം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും വളരെ നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.